ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ബൈബിളിൽ ഒരു ഇൻസിഡൻറ്റിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് പൊന്തിയാസ് പീലാത്തോസ് എന്ന് പറയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അതിന് ഉത്തരവാദിയും അതിന് അനുവാദം കൊടുത്ത പീലാത്തോസ് റോമാ ഗവർണറെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊന്തിയാസ് പീലാത്തോസിന് എന്ത് സംഭവിച്ചു എന്ന്, അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി അധികാരം കൊടുത്തതിന് ശേഷം പൊന്തിയാസ് പീലാത്തോസ് കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ സ്വർഗം അദ്ദേഹത്തിൻ്റെ ആ നീതീകരണത്തെ അംഗീകരിച്ചവോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പുമായി തൻ്റെ അരികിൽ വന്നിട്ട് അതിനെ അദ്ദേഹം പരിഗണിച്ചോ അവഗണിച്ചോ? ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ക്രൂരത എന്നീ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി എന്നോടൊപ്പം ഈ വീഡിയോ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അവസാനം വരെ തുടരുക, കാണുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പീലാത്തോസിനെ നമ്മൾ നോക്കുമ്പോൾ പീലാത്തോസ് യഹൂദിയുടെയും അതുപോലെ തന്നെ ശമരിയുടെയും ഏദോമിൻ്റെയും ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് ആർക്കലോസ് ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് ഹെരോദ് ദ ഗ്രേറ്റ് അദ്ദേഹമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ബൈബിളിൽ പീലാത്തോസിനെ യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രൂരതയ്ക്ക് പേര് കേട്ട ഒരാളായിരുന്നു പൊന്തിയാസ് പീലാത്തോസ് എന്ന് പറയുന്നത്. ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ അദ്ദേഹം ചെയ്ത, അതായത് അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് താൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി താൻ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലുടനീളം ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തായിരുന്നു പീലാത്തോസിൻ്റെ ക്രൂരതകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുമെന്ന്. പീലാത്തോസ് അവിടെ ഗവർണറായിരുന്ന സമയത്ത് യെരുശലേമിലേക്ക് റോമക്കാരുടെ പതാകയും അതുപോലെ തന്നെ കൈസറിൻ്റെ പ്രതിമയും അവിടെ കൊണ്ടുവച്ചു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വീകാര്യമായ കാര്യമല്ല. അവർ മറ്റൊരു പ്രതിമയും വെച്ച് ആരാധിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ ചെയ്യുന്നവർ ആയിരുന്നില്ല. ആയതുകൊണ്ട് ഇവിടെ യഹൂദന്മാർ അതിനെതിരെ വളരെ ശക്തമായ പ്രൊട്ടസ്റ്റ് നടത്തുവാനിടയായി തീർന്നു. 5 ദിവസം അവർ പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് ഈ കാര്യത്തിൽ നിന്ന് പീലാത്തോസ് പിന്മാറേണ്ടതായിട്ട് വന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി പീലാത്തോസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആലയത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ധനം അവരുടെ അക്വഡേറ്റ് നിർമ്മിക്കുവാനും അതുപോലെ തന്നെ യെരുശലേമിലേക്ക് വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി ഒരു കനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ആലയത്തിലെ പണം കൊള്ളയടിച്ച് അതിനായി ഉപയോഗിച്ചത് അത് വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർ വളരെ ശക്തമായി ആലയത്തിലെ പണം ദുരുപയോഗം ചെയ്തതുകൊണ്ടും അവയെ കൊള്ളയടിച്ചത് കൊണ്ടും വളരെ ശക്തമായി പ്രതികരിച്ചു. അവർ പ്രതികരിച്ചപ്പോൾ അവർക്ക് എതിരെ റോമാ സൈന്യത്തെ സിവിലിയൻ ഡ്രസ്സിൽ അവിടെ അയക്കുകയും അനേകരെ അവിടെ വെച്ച് വധിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 13:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അനേക ഗലീലക്കാർ അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ കൊന്ന് അവരുടെ രക്തം യാഗത്തിലേക്ക് കലരുന്നതും അങ്ങനെ വിശുദ്ധമായിട്ടുള്ള ആ യാഗം മലിനമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വായിക്കുക ലൂക്കോസ് 13:1. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇങ്ങനെ അവർ യാഗം കഴിച്ച് അവരുടെ ആരാധന സ്ഥലത്തെയും അവരുടെ യാഗത്തെയും മലിനമാക്കാൻ വേണ്ടി ആളെ അയക്കുന്ന, പട്ടാളത്തെ അയക്കുന്ന ഒരു പീലാത്തോസിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എത്ര ക്രൂരനാണ് എന്ന്, അതേപോലെ തന്നെ ആത്മീയ വിഷയങ്ങൾക്ക് താൻ കൈകടത്തുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റൊരു സാഹചര്യത്തിൽ ഗെരിസീം എന്ന് പറയുന്ന ശമരിയക്കാരുടെ മലയുടെ മുകളിൽ അവിടുത്തെ ശമരിയക്കാരുടെ നേതാവിൽ ഒരാൾ അതിൻ്റെ മകളിൽ മോശയുടെ ട്രഷറി കണ്ടെത്തി എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ശമരിയക്കാർ അവർ കൂടി വന്നപ്പോൾ അത് റോമക്കാർക്കെതിരെയുള്ള അല്ലെങ്കിൽ പീലാത്തോസിനെതിരെയുള്ള കൂട്ടമാണ് എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച് അവിടെ പട്ടാളത്തെ വിട്ട് ആയിരക്കണക്കിന് ശമരിയക്കാരെ കൊന്നു കളയുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ ആ ശമരിയക്കാർ
ഇതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം, യേശുവിൻ്റെ ക്രൂശീകരണവും അതുപോലെ തന്നെ പീലാത്തോസിൻ്റെ മുമ്പാകെ യേശു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഗെത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ആഴത്തിലുള്ള വേദന ഏറിയ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ ആയി എന്ന് കാണാൻ കഴിയുകയാണ്. തൻ്റെ സന്തത സഹചാരിയായ യൂദ യേശുവിനെ ചുമരത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും അതോട് പിന്നീടുണ്ടായ പീഡന പരമ്പരകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുലർച്ചെ ഏതാണ്ട് 2 മണിയോടാണ് യേശുവിൻ്റെ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്നത്തെ മഹാപുരോഹിതനായ കയ്യോഫാവിൻ്റെ വസതിയിൽ കൊണ്ടുപോവുകയും അവിടെയും യേശുവിനെ വിസ്തരിച്ചതിന് ശേഷം പിറ്റേന്ന് സന്നദ്ധ സംഘത്തിന് മുമ്പാകെ വിശദീകരിക്കുകയും പുലർച്ചയിൽ അതിനുശേഷം പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും പീലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയും ഹെരോദാവ് പിന്നെയും ഈ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും പിന്നീട് യേശുവിനെ പിന്നെയും വിസ്തരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യേശുവിനെ വിട്ടയക്കണമെന്നും യേശു നീതിമാനാണെന്നും പീലാത്തോസിന് അറിയാമെങ്കിലും ഈ ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദവും അതുപോലെ തന്നെ മത നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിനും കീഴടങ്ങുന്ന ഒരു പീലാത്തോസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം, ജനക്കൂട്ടവും അതുപോലെ തന്നെ മത നേതാക്കന്മാരും യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി വലിയ സമ്മർദ്ദമുണ്ടാക്കിയപ്പോൾ ഇവിടെ പീലാത്തോസ് അത് വഴങ്ങിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റം ഇല്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കണേ, ഇവിടെ പീലാത്തോസിന് നേരത്തെ തന്നെ ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും ഈ യേശുക്രിസ്തു മുഖാന്തരം അല്ലെ ക്രിസ്തു മുഖാന്തരം രാത്രിയിൽ തൻ്റെ ഭാര്യയ്ക്ക് ഉറക്കം വന്നില്ല എന്നും വിവരങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ ഇവിടെ പീലാത്തോസിന് കൊടുത്തതാണ്. എന്നാൽ ആരവാരം നിമിത്തവും ജനത്തിൻ്റെ വലിയ സമ്മർദ്ദത്തിനും വഴങ്ങി അവസാനം പീലാത്തോസ് കൈകഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നീതിമാന്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് താൻ പറയുന്നെങ്കിലും താൻ കൈകഴുകി ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞോ, ദൈവം സ്വർഗം അത് അംഗീകരിച്ചോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുക, തനിക്ക് ശരിയായ തീരുമാനമെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് താൻ തന്നെ ഉണ്ടാക്കിയ രീതിയിൽ തൻ്റെ കുറ്റബോധത്തിൽ നിന്ന് താൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി താൻ കൈ കഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ മാനസാന്തരം വരണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ദൈവീകമായിട്ടുള്ള ഫൊർഗീവ്നെസ് അല്ലെങ്കിൽ പാപക്ഷമ ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുക, ദൈവം പീലാത്തോസിന് തൻ്റെ ഭാര്യയിലൂടെ സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പുകൾ കൊടുത്തെങ്കിലും ജനത്തെ അധികം ഭയപ്പെടുകയും ജനത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തിനെതിരെ നിൽക്കുകയും ചെയ്യുന്നത് മുഖാന്തരം ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, താൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നുകൂടെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് അനുമതി കൊടുത്ത അല്ലെങ്കിൽ ഉത്തരവാദിയായ പീലാത്തോസിൻ്റെ ദാരുണമായ അന്ത്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ശമരിയക്കാരെ കൊന്നതുകൊണ്ട് ശമരിയക്കാർ അന്നത്തെ റോമ ചക്രവർത്തിയായ തിബിരിയാസിന് പരാതി കൊടുക്കുകയും തിബിരിയാസ് തന്നെ വിസ്തരിക്കുവാൻ വേണ്ടി റോമിലേക്ക് വിളിച്ചു വരുത്തുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ തന്നെ അവിടെ വിളിച്ചു വരുത്തിയെങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ വിസ്താരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തിബിരിയാസ് മരിക്കുകയും പിന്നീട് കലിഗുല അവിടെ ഭരണത്തിന് കയറുകയും കലിഗുല തന്നെ വിസ്തരിക്കുകയും തന്നെ ഈ ഇതിൽ നിന്ന് നീക്കുകയും നാട് കടത്തുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ താൻ ഈ കാര്യത്തിൽ തൻ്റെ അധികാരം നഷ്ടപ്പെട്ട് താൻ കുറ്റബോധമുള്ളവനായി അവസാനം താൻ തന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ പീലാത്തോസ് കൈ കഴുകിയത് കൊണ്ട് അവൻ്റെ പാപക്ഷമ ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പീലാത്തോസ് യേശുവിനെ സ്വതന്ത്രമാക്കുവാനും ഒരു സത്യത്തിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ പീലാത്തോസിനുണ്ടെങ്കിലും സത്യത്തിൽ വിശ്വസിക്കുവാനും സത്യത്തിന് വേണ്ടി നിൽക്കുവാനും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു അവസാനം തൻ്റെ ദാരുണമായ അന്ത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ്. നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നാം അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2, നമ്മുടെ പാപത്തിനെ വെള്ളം കൊണ്ട് കഴുകി നമുക്ക് ശുദ്ധി പ്രാപിക്കാൻ കഴിയത്തില്ല എന്നാണ് വചനം ഇങ്ങനെ പറയുന്നു,
യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന് നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും നദിയിലെ സ്നാനത്തിനോ വെള്ളത്തിനോ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. തിരുവചനം വളരെ കൃത്യമായി പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. പീലോത്തോസിൽ നിന്ന് ഒരു കാര്യം നാം പഠിക്കണം: ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നാം അവഗണിച്ച് കളയരുത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ പോയി ദൈവത്തെ നാം ത്യജിക്കുവാൻ തയ്യാറാകരുത്. ആയതിനാൽ ഈ ഭാഗങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവും ദൈവവുമായി ക്രമപ്പെട്ട് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ സന്നിധാനത്തിൽ വരുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും ഇത് സംബന്ധമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റേതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.